2024 യൂണിയൻ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ചേഞ്ചസും ബഡ്ജറ്റിലില്ല. ടാക്സ് റേറ്റുകളോ ടാക്സ് ലാബോ ബേസിക് എക്സംഷൻ ലിമിറ്റ്സ് ഇതൊന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. എടുത്തു പറയാവുന്ന രണ്ട് ചേഞ്ചസ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 44 AD പ്രകാരം പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ടേൺ ഓവർ ലിമിറ്റ് 2 കോടി രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് 3 കോടി രൂപയിലേക്ക് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒപ്റ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ സെക്ഷൻ 44 ADA പ്രകാരം 50 ലക്ഷമായിരുന്നു, അത് 75 ലക്ഷം രൂപ വരെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുള്ളത് വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരുടെയും ഇൻകം ടാക്സ് റീഫണ്ടുകൾ മുൻ വർഷങ്ങളിലെ 2008 അല്ലെങ്കിൽ 2012 ഡിമാൻഡ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീഫണ്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2009-10 ഫിനാൻഷ്യൽ ഇയർ വരെ 25,000 രൂപ വരെയുള്ള ടാക്സ് ഡിമാൻഡ് എല്ലാം വേവ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. 2014-15 ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള 10,000 രൂപ വരെയുള്ള ടാക്സ് ഡിമാൻഡ് എല്ലാം വേവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ബഡ്ജറ്റ് 2024 ഉള്ളത്.